ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം, നമുക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല തരം വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. വചനം പഠിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, അതുപോലെ തന്നെ സഭ പഠിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, പിന്നെ ഇന്ന് സമൂഹത്തിൽ നടമാടുന്ന കാര്യങ്ങൾ അത് വിലയിരുത്തുമ്പോൾ വിവാഹം പലതരമാകാം. ഇതിൽ ചിലതൊക്കെ അപഹാസ്യം എന്ന് പറയണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഇതേക്കുറിച്ചൊരു ക്ലാരിറ്റി, വ്യക്തത നമുക്ക് എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. ഈ ഒരു മേഖലയിൽ ഒത്തിരി പേരുടെ പരാതി പരിഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന്, മക്കള് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എത്ര പറഞ്ഞാലും അവരതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. വേറൊന്ന്, അവർക്കിഷ്ടമുള്ള ആളെ കണ്ടുപിടിച്ച് അവരെ കെട്ടണം എന്നുള്ള വാശി പിടിച്ച് നിൽക്കുന്നത്. വീട്ടുകാർക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇവര് അതിന് നിർബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് ചിലരുടെ അഭിപ്രായം ലിവിങ് ടുഗദർ, അത് മതി, ഒന്നിച്ചങ്ങ് താമസിച്ചാൽ മതി, ഒരു കൂതാശയുടെ ആവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. ഇത്രയും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം അല്പം ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കാനായിട്ട് പരിശ്രമിക്കാം. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഏറ്റെടുക്കാം. ഒന്ന്, സാധുവായ വിവാഹം അഭേദ്യമായ ഒരു ബന്ധമാണ്. സാധുവായിട്ട് വിവാഹിതരായ വ്യക്തികൾ, രജിസ്റ്റർ വിവാഹമായിരിക്കാം, സഭയിൽ നടന്ന വിവാഹമായിരിക്കാം, സാധുവായ വിവാഹം അഭേദ്യമായൊരു ബന്ധമാണ്. കത്തോലിക്കാ സഭ ഡിവോഴ്സ്, വിവാഹമോചനം അനുവദിക്കുന്നില്ല. പക്ഷെ നമ്മൾ കാണുന്നു പല കേസിലും നേരത്തെ വിവാഹിതരായിരുന്നവരെ ആ ബന്ധം വിട്ടു ഇന്ന് വീണ്ടും വിവാഹം സഭയിൽ തന്നെ നടത്തിയിട്ടുള്ള സംഭവങ്ങൾ. എന്തുകൊണ്ടാണ്? സഭ അവിടെ സ്ഥാപിച്ച ഒരു കാര്യം, അവരുടെ വിവാഹം സാധുവായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും സഭയിൽ വിവാഹിതരാകാനായിട്ട് സാധിക്കുന്നത്. സാധുവായ വിവാഹം അഭേദ്യമായ ഒരു ബന്ധമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് മരണം വരെ, ഇത് രണ്ടുപേരിൽ ഒരാളുടെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടണം. ഇതിനെ മാന്യമായ ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. മാന്യതയോടെ സമീപിക്കണം. മണവറ മലിനമാകാതിരിക്കട്ടെ. ഈ നിർദ്ദേശം പാലിക്കുന്നവർ അനുഗ്രഹപ്രദമായ വിവാഹ ജീവിതം നയിക്കുന്നവരുണ്ട്. പാലിക്കാത്തവരുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ, വീഴ്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില ടൈപ്പ് വിവാഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തേത്, നോർമൽ കാത്തലിക് മാരേജ്. ഒരു നോർമൽ, ഒരു സാധാരണ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്ക വിശ്വാസി മറ്റൊരു കത്തോലിക്ക വിശ്വാസിയെ വിവാഹം കഴിക്കുന്നു. ഇതാണ് നോർമലായിട്ടുള്ള ആ ഒരു വിവാഹം. പിന്നെ ജ്ഞാനായ സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു ജ്ഞാനായ സമൂഹത്തിൽപ്പെട്ടയാൾ മറ്റൊരു ജ്ഞാനായ സമൂഹത്തെ പെട്ടയാളെ വിവാഹം കഴിക്കുന്നത് ഒരു നോർമലായിട്ട് അവർ കാണുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കാത്തലിക് മാരേജ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെയുള്ള ഒരു കത്തോലിക്ക വിശ്വാസിക്കും ലോകത്തിൻ്റെ എവിടെയുമുള്ള ഒരു കത്തോലിക്ക വിശ്വാസിയെ വിവാഹത്തിൽ സ്വീകരിക്കാൻ സാധിക്കും. അതൊരു നോർമൽ റിലേഷൻഷിപ്പ്. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം എടുക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ ഈ അന്യജാതിയിൽ നിന്ന് നമ്മൾ പങ്കാളിയെ സ്വീകരിക്കരുത്, അബ്രാഹാം പ്രത്യേകം നൽകുന്ന ഒരു നിർദ്ദേശമായിട്ട് അവിടെ കാണാൻ പറ്റും. ഇസഹാക്കിന് ഭാര്യ അന്വേഷിച്ച് പോകുമ്പോൾ, ഇതുപോലെ തന്നെ എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മിശ്ര വിവാഹം വേണ്ട എന്നുള്ള ആ ഒരു സന്ദേശമാണ് അവിടെ വചനം നമുക്ക് നൽകുക. പക്ഷെ ഇന്ന് സഭ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മിശ്ര വിവാഹം, മിക്സ്ഡ് മാരേജ് അത് അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിലേക്ക് വരാം. ഇനി ഒരു നോർമൽ വിവാഹം എന്ന് പറയുമ്പോൾ അത് ഒരു പുരുഷൻ സ്ത്രീയുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. സ്വവർഗരതിയെ അതൊരു അസ്വാഭാവികമായിട്ടുള്ള കാര്യം, മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 1:27 വായിച്ചാൽ അതിനെ ലജ്ജാകരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലജ്ജാകരമായ ഒരു കാര്യമായിട്ട് കാണണം സ്വവർഗരതി, സെയിം സെക്സ് മാരേജ്. ഇപ്പം നോർമൽ മാരേജ്, ഒരു കത്തോലിക്ക വിശ്വാസി മറ്റൊരു കത്തോലിക്ക വിശ്വാസിയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. രണ്ടാമത്തേതാണ് മിക്സ്ഡ് മാരേജ്, മിശ്ര വിവാഹം. അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കത്തോലിക്ക വിശ്വാസി അകത്തോലിക്ക വിശ്വാസിയെ വിവാഹം കഴിക്കുന്നത്. ആണെങ്കിൽ മറ്റൊരു ക്രിസ്ത്യൻ ഡിനോമിനേഷനിൽപ്പെട്ട ഒരു വ്യക്തി, യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തി, പക്ഷേ കത്തോലിക്ക വിശ്വാസിയല്ല. അതാണ് മിശ്ര വിവാഹം. മൂന്നാമതൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇതര മതസ്ഥരുമായിട്ടുള്ള മിശ്ര വിവാഹം.
ക്രിസ്ത്യാനികൾ തമ്മിലുള്ളതാണ്. പക്ഷേ ഇതര മതസ്ഥരുമായിട്ടുള്ള വിവാഹം ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറയും. ഇനി ഇതേക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1633 മുതൽ 36 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നടക്കണമെങ്കിൽ സഭയിൽ നടത്താം ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്. പക്ഷെ അതിന് സഭാധികാരികളുടെ വ്യക്തമായ അനുവാദം നമുക്ക് കിട്ടിയിരിക്കണം. രണ്ടാമതൊരു കാര്യം, ഈ വിവാഹിതരാകുന്ന ഇരു പാർട്ടികളും വിവാഹത്തിൻ്റെ മൗലിക മൂല്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടവരായിരിക്കണം. അതേക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവരത് അംഗീകരിക്കണം. മൂന്നാമതൊരു കാര്യം, ഇതിലൊരാൾ കാത്തലിക് പാർട്ടിയാണല്ലോ. ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറഞ്ഞാലും കാത്തലിക് പാർട്ടി ഇതര മതത്തിൽപ്പെടുന്നവരെ വിവാഹം കഴിക്കുന്നതാണ്. അപ്പോൾ കാത്തലിക് പാർട്ടിയുടെ ദൗത്യമാണ് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുക, ജ്ഞാനസ്നാനത്തിലേക്ക് നയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നാലാമതൊന്നാണ് മോണോഗമി, പോളിഗമി. ഇത് രണ്ടും നിങ്ങൾ ഒരുപക്ഷെ പരിചയമുള്ള പദങ്ങളാണ്. പോളിഗമി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യാത്വം, ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിച്ച് അത് ആ ഒരവസ്ഥയിൽ മുമ്പോട്ട് പോകുന്നത്. ഏക ഭാര്യാത്വം, അതാണ് മോണോഗമി. അത് വന്യമായിട്ട് സഭ പഠിപ്പിക്കുന്നു. പോളിഗമി നിമ്യമെന്ന് സഭ പഠിപ്പിക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ചത് ഒരു വ്യക്തിയായിരിക്കാം ഒഫീഷ്യലായിട്ട് സഭയിൽ വെച്ച്, എന്നാൽ മറ്റു വ്യക്തികളുമായിട്ട് ബന്ധം അവരെ ഭാര്യയെപ്പോലെ അവരെ കാണുകയും അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, അത് നിന്ദ്യമായൊരു കാര്യമായിട്ട് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തേതാണ് സ്വേച്ഛാ സംഗമം എന്ന് പറയും. ഫ്രീ യൂണിയൻ, സ്വേച്ഛാ സംഗമം. ഇവര് വിവാഹം തിരസ്കരിക്കുന്നു. വിവാഹിതരാകാൻ അവർ തയ്യാറാകുന്നില്ല, പക്ഷെ അവർക്ക് വെപ്പാട്ടി, അതാണ് സ്വേച്ഛാ സംഗമം എന്ന് പറയുന്നത്. ആറാമത്തേതാണ് പരീക്ഷണ വിവാഹം, ട്രയൽ മാര്യേജ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇതെങ്ങനെയാകും എന്ന് മനസ്സിലാക്കിയിട്ട് മതി വിവാഹം. അങ്ങനെ ഒരു പരീക്ഷണം വിവാഹ ജീവിതത്തിൽ അനുവദിക്കുന്നില്ല. കാരണം മനുഷ്യ സ്നേഹം ഈ പരീക്ഷണം അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ശാരീരിക ബന്ധം നടത്തിയതിന് ശേഷമല്ല വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, വിവാഹം കഴിഞ്ഞിട്ടാണ് ആ ദാമ്പത്യ ധർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പരീക്ഷണ വിവാഹക്കാര് അത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഏതാനും വചനങ്ങൾ, പ്രധാനപ്പെട്ട വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ഉൽപ്പത്തി 2:18, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് വിവാഹത്തിൻ്റെ പ്രാധാന്യമാണ് അത് എടുത്തു പറയുക. 1 കൊരിന്തോസ് 7:9, നിങ്ങൾ വികാരത്താൽ ജ്വലിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹിതരാകുന്നതാണ്. വീണ്ടും 7-ാം അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, അവിശ്വാസിയെ ഒരു വിശ്വാസിക്ക് വിശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി അവിശ്വാസിയാണേലും വിശ്വാസിക്ക് അവരെ വിശുദ്ധീകരിച്ച് എടുക്കാൻ പറ്റും. പ്രഭാഷകൻ 26:30 പറയുന്നുണ്ട്, വേലിയില്ലാത്ത വസ്തു പോലെയാണ് ഭാര്യയില്ലാത്ത പുരുഷൻ. ഇതെല്ലാം വിവാഹത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്. അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.